الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدًا عبده ورسوله إمام المتقين سيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള സൂറത്തുൽ ബലദാണ്. ഈ സൂറത്തുൽ ബലദ് എന്നും സൂറത്തു ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ സൂറത്തു ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞത് കാണാം. അത് മറ്റു സൂറത്തുകളും അങ്ങനെ പറയാറുണ്ട്. അതിൻ്റെ ആദ്യത്തെ തുടക്കത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് സൂറത്തിൻ്റെ പേര് വിളിക്കാറുണ്ട്. ഈ സൂറത്തും മക്കിയാണ്, മക്കയിൽ അവതരിച്ചതാണ്, ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ്. എന്താണ് ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട വിഷയം? ഈ സൂറത്ത് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം, ലക്ഷ്യം എന്ന് പറയുന്നത് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, വളരെ പ്രയാസകരമാണെങ്കിലും കഷ്ടപ്പാടുള്ളതാണെങ്കിലും ഇബാദത്തുകൾ ചെയ്യുക, കഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന ഒരാശയം ഈ സൂറത്തിൽ അതിൻ്റെ എല്ലാ വിഷയങ്ങളിലും പൊതുവായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ സൂറത്തുൽ ഫജ്റുമായിട്ട് ഇതിന് ഒരു ബന്ധം കാണാം. അത് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ഖുർആനിലെ എല്ലാ സൂറത്തുകളും പരസ്പരം തൊട്ട് മുന്നേ ഉള്ള സൂറത്തുമായിട്ടൊരു ബന്ധം കാണാൻ സാധിക്കും. അതിനാണ് മുനാസബത്ത് എന്ന് പറയാം. അതിൻ്റെ ഒരു അനുയോജ്യത ഈ ഒരു സന്ദർഭത്തിൽ ആ സൂറത്ത് വരാനുള്ള കാരണം. അത് സൂറത്തുകൾ തമ്മിൽ മാത്രമല്ല, ഒരേ സൂറത്തിൻ്റെ തന്നെ തുടക്കവും അവസാനവും തമ്മിൽ ബന്ധമുണ്ടാകും. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. സുയൂത്തി റഹിമഹുല്ലാ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് സൂറത്തുകളുടെ തുടക്കവും അവസാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഓരോ സൂറത്തിൻ്റെയും അവസാനമുള്ള ചെറിയ സൂറത്തുകൾ വെച്ച്, കാരണം അതിന് തുടക്കം അവസാനമൊന്നുമില്ല, ചെറിയ സൂറത്തുകളാണ്. കുറച്ച് വലിയ സൂറത്തുകളിലൊക്കെ ഈ ഒരു ബന്ധം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ സൂറത്തുമായിട്ടും അതിനുശേഷമുള്ള സൂറത്തുമായിട്ടും ബന്ധമുണ്ടാകും. എന്ന് മാത്രമല്ല, ഓരോ ആയത്തുകളും അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ആയത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ആ വിഷയത്തിൽ അറിയപ്പെട്ടൊരു കിതാബാണ് ബുർഹാനുദ്ദീൻ അൽ ബിഖാഇ റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള നദ്മുദ്ദുറർ ഫി തനാസുബിൽ ആയാത്തി വസ്സുവർ എന്ന് പറയുന്ന കിതാബ്. അതിൽ ഓരോ ആയത്തും തമ്മിലുള്ള ബന്ധം 22 വോളിയുമുണ്ട്, വലിയ കിതാബാണ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള സൂറത്തുൽ ഫജ്റും ഈ സൂറത്തുൽ ബലദും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ചില സാമ്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നതിനെക്കുറിച്ച്, ഇബ്തിലാഇനെക്കുറിച്ച്, സമ്പത്ത് തന്നിട്ടും ദാരിദ്ര്യം തന്നിട്ടും പരീക്ഷിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബലദിലും ഈ ആശയം പറയുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അവിടെ എത്തുമ്പോൾ നമ്മൾ വിശദീകരിക്കും. മനുഷ്യനെ പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്ന അവസ്ഥയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സൂറത്തിൽ അതേ ആശയം പറഞ്ഞു. ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു. അതുപോലെ തന്നെ ഫഅമ്മൽ ഇൻസാൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു. ഞെരുക്കം, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചാൽ എന്ന് സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല സദഖ ചെയ്യാതെ, ദാനധർമ്മം ചെയ്യാതെ പിശുക്കുന്നതിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. കല്ലാ ബല്ല തുക്രിമൂനൽ യതീം. അതേ ആശയം ഈ സൂറത്തിലും കാണാം. ഔ ഇത്ആമുൻ ഫി യൗമിൻ ദീ മസ്ഖബ. അല്ലാഹു തആല ഈ സൂറത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾപ്പെട്ടൊരു കാര്യമാണ് ദാരിദ്ര്യം ഉള്ള ദിവസങ്ങളിൽ, ക്ഷാമമുള്ള കാലത്ത് സദഖ ചെയ്യുക എന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്പര ബന്ധം ഈ രണ്ട് സൂറത്തുകളും കാണാം. ഇത് നമുക്കിതിൽ ഓരോ ആയത്തുകളായി നോക്കാം. ഒന്നാമത്തെ ആയത്തിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഏതാണ് നാട്? മക്ക. മക്കയിൽ അവതരിച്ച സൂറത്താണ് നമ്മൾ പറഞ്ഞു. ഇത് മക്കയാണ് ഉദ്ദേശം എന്നാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം. ഒറ്റപ്പെട്ടൊരു അഭിപ്രായമുണ്ട്, മദീനയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അത് ശരിയാണോ? എന്തുകൊണ്ട്? മക്കയിൽ അവതരിച്ച സൂറത്തായതുകൊണ്ട്. മദീന എന്ന് പറയുന്നത് തെറ്റാണ്. മക്കയുടെ പ്രാധാന്യം നമുക്കറിയാം. അതിനു മുമ്പ് ലാ ഉഖ്സിമു എന്നാണ് പറഞ്ഞത്. ലാ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന, നഫീന് ഉപയോഗിക്കുന്ന ഹർഫാണല്ലോ. നേർക്കുനേരെ അർത്ഥം പറഞ്ഞാൽ ഞാൻ ഈ നാട് കൊണ്ട് സത്യം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം, ഓരോ ഹർഫിൻ്റെ അർത്ഥം നോക്കിയാൽ. പക്ഷേ നമ്മൾ പറഞ്ഞു സത്യം ചെയ്യുന്നു എന്നാണ്. എന്തുകൊണ്ട് ലാ എന്നുള്ള ആ ഹർഫ് കൂടെ ഉപയോഗിച്ചത്? അതിന് സുലത്ത് എന്ന് പറയും. സുലത്ത് എന്ന് പറഞ്ഞാൽ ചില ഹർഫുകൾ
അർത്ഥം ഇല്ലാതെ ഉപയോഗിക്കും, അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉറപ്പിക്കാൻ വേണ്ടി, തൗക്കീദിന് വേണ്ടിയിട്ട്. മറ്റ് ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞ ആളുകളുമുണ്ട്, ലാ എന്നതിൻ്റെ ഉദ്ദേശം. ചിലർ പറഞ്ഞത് ഞാൻ സത്യം ചെയ്ത് പറയേണ്ടതില്ല, അത്രയും വ്യക്തമാണ് പറയുന്ന കാര്യം എന്ന അർത്ഥത്തിലാണെന്നൊക്കെ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അറബിയിൽ ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട് ചില ഹർഫുകൾ. ഇനിയും ഖുർആനിൽ നമ്മൾ കാണും ചില സന്ദർഭങ്ങളിലൊക്കെ ലാ എന്നുള്ള ഹർഫും അതുപോലെ തന്നെ മറ്റ് ഹർഫുകളൊക്കെ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കാതെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം ശേഷം പറയുന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ആറാഫിൽ ഇബ്ലീസിനോട് അല്ലാഹു തആല പറയുന്ന വാക്കുണ്ട്, മാ മൻഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഞാൻ കൽപ്പിച്ചപ്പോൾ, മാ മൻഅക അല്ലാ തസ്ജുദ, ഞാൻ കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് എന്തായാലും തടസ്സം എന്നാണ് നേർക്കുനേരെയുള്ള അർത്ഥം. അല്ലാ തസ്ജുദ, സുജൂദ് ചെയ്യാതിരിക്കാൻ എന്തായാലും തടസ്സം. ശരിക്ക് സുജൂദ് ചെയ്യാൻ എന്തായാലും തടസ്സം എന്നാണ് ചോദിക്കേണ്ടത്. അവിടെയും ഇതാണ്, ലാ എന്നുള്ളതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും കാണാം. അപ്പോൾ മക്കയുടെ പ്രാധാന്യം നമുക്കറിയാം. എന്തുകൊണ്ടാണ് മക്കയെ കൊണ്ട് സത്യം ചെയ്തത്? മക്ക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. അതിനേക്കാൾ നല്ലൊരു സ്ഥലം വേറെയില്ല. വഇന്നകി ലഅഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശമാണ് നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയോട് പറഞ്ഞു. അപ്പോൾ അത് അല്ലാഹു തആല വളരെ മുൻകാലത്ത്, വളരെ പണ്ട് കാലത്ത് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള, ആദരിച്ചിട്ടുള്ള സ്ഥലമാണ് മക്ക. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് അവതരിപ്പിച്ച ഒരു ശരീഅത്തല്ല മക്കയെ ആദരിക്കുക എന്നുള്ളത്. അല്ലാഹു തആല മക്കയെ പവിത്രമായി പ്രഖ്യാപിച്ചത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഹറമ മക്കത യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച് അന്ന് അല്ലാഹു തആല പവിത്രമാക്കിയതാണ് മക്ക. വലം തഹില്ല ലി അഹദിൻ ഖബ്ലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് മുമ്പ് ഒരാൾക്കും അല്ലാഹു തആല മക്കയുടെ ഈ പവിത്രത നീക്കി കൊടുത്തിട്ടില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിൽ വിശദീകരിക്കാം. വലാ തഹില്ലു ലി അഹദിൻ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരാൾക്കും മക്കയുടെ ഈ പവിത്രത അല്ലാഹു തആല നീക്കിക്കൊടുക്കുകയുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയുടെ ഈ സ്ഥാനം അല്ലാഹു തആല കുറച്ച് സമയത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോൾ മക്ക പവിത്രമാണ്. എന്താണ് പവിത്രം എന്ന് പറഞ്ഞാൽ? അല്ലാഹു ഹറാമാക്കി, മസ്ജിദുൽ ഹറാം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പ്രദേശങ്ങളിൽ ഹലാലായ പല കാര്യങ്ങളും പ്രത്യേകമായി ഹറാമാക്കിയിട്ടുണ്ട് മക്കയുടെ പവിത്രത കാരണം. അവിടെയുള്ള ചെടികൾ പറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വേട്ടമൃഗങ്ങളെ ഹറമിൻ്റെ പരിധിയിൽ വെച്ച് കണ്ടാൽ വേട്ടയാടാൻ പാടില്ല. അവിടെ വീണുപോയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല. അല്ലെ, പുറത്താണെങ്കിൽ നമുക്ക് വീണ് കിട്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട്, ചെറിയ വസ്തുക്കളാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. വിലപിടിപ്പുള്ള വസ്തുക്കളാണെങ്കിൽ അത് പരസ്യം ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാക്കാം. പക്ഷേ മക്കയിൽ ഇതൊന്നും പാടില്ല. മക്കയിൽ പരസ്യപ്പെടുത്താൻ വേണ്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ കളഞ്ഞുപോയ വസ്തുക്കൾ, സ്വന്തമാക്കുന്ന പരിപാടിയില്ല. അതുപോലെ തന്നെ മക്കയിൽ വെച്ച് ഹദ്ദുകൾ നടപ്പിലാക്കുക, വധശിക്ഷ മക്കയിൽ വെച്ച് നടപ്പിലാക്കാൻ പാടില്ല. കൊല ചെയ്ത ആളാണെങ്കിലും ഹറമിൻ്റെ ഉള്ളിലാണെങ്കിൽ അവനെ വധിക്കാൻ പാടില്ല. ഹറമിനുള്ളിൽ വെച്ച്, പുറത്തുനിന്ന് കൊലപാതകം ചെയ്തിട്ട് ഒരാൾ ഹറമിൻ്റെ ഉള്ളിൽ പോയാൽ അവനെ ഹറമിൻ്റെ ഉള്ളിൽ വെച്ച് കൊല്ലാൻ പാടില്ല. പുറത്ത് വരുന്നതുവരെ കാത്തിരിക്കും. ഇതൊക്കെ വളരെ പണ്ടേ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ. ഇത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് അറബികൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹമാണ് ഈ ഹറമിൻ്റെ പവിത്രത പ്രഖ്യാപിച്ചത്. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ഷൈഅൻ വതഹിർ ബൈതി. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഅബയുടെ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. ആ സ്ഥലം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. അല്ലാഹു തആല 7 ആകാശങ്ങളിലും കഅബ പോലെ മസ്ജിദുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. 7-ാം ആകാശത്ത് ബൈത്തുൽ മഅമൂർ, മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭവനം അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ചുവട്ടിലാണ് കഅബ നിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകം അല്ലാഹു തആല തിരഞ്ഞെടുത്ത പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. അതിൻ്റെ പവിത്രതയാണ് ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം. അത് മനുഷ്യൻ പണ്ട് മുതലേ പാലിച്ചു പോരുന്ന കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപേ ജാഹിലിയ കാലത്തിലെ അറബികളടക്കം മക്കയെ ബഹുമാനിച്ചിരുന്നതാണ്. അടുത്ത ആയത്തിൽ പറയുന്നത് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, താങ്കൾ ഈ നാട്ടിൽ
സത്യം ചെയ്ത് പറഞ്ഞ ഈ മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ഹില്ലാണ്. ഹില്ല് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം കാണാം തഫ്സീറുകളിൽ. ഒന്ന് ഹലാൽ, താങ്കൾ ഹലാലാണെന്ന് പറഞ്ഞാൽ ഈ മക്കയുടെ പവിത്രത താങ്കൾക്ക് ബാധകമല്ല. ഹറാം എന്നതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ഹലാൽ എന്നുള്ളത്. താങ്കളിവിടെ ഈ പവിത്രത പാലിക്കാൻ ബാധ്യസ്ഥനല്ലാത്ത ഹലാലാണ്. ഹെല്ലുൻ എന്നുള്ളത് ഹലാൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇതൊരർത്ഥം, ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, താങ്കൾ ഇവിടെ താമസക്കാരനാണ്, മക്കയിൽ താമസിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാനം ആദ്യം പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇളവുണ്ട്. മക്കയുടെ പവിത്രതയെക്കുറിച്ചുള്ള ഈ പറഞ്ഞ നിയമങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ളത് പറയാം. അതാണ് ഒന്നാമത്തെ തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരനാണ്, മക്കയിൽ താമസിക്കുന്നവനാണ്. ഹല്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇറങ്ങി താമസമാക്കി എന്നൊക്കെ പറയും, അതിൽ നിന്നുണ്ടായതാണ് എന്നൊരു അഭിപ്രായമാണ്. പക്ഷെ അത് ശരിയല്ല രണ്ടാമത് പറഞ്ഞത്. കാരണം ഹെല്ലുൻ എന്ന് ആ അർത്ഥത്തിൽ ഉപയോഗിക്കില്ല. ഒരു നാട്ടിൽ താമസിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറില്ല. അത് അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മക്കയുടെ ഈ പവിത്രത നീക്കി കൊടുത്തിട്ടുണ്ട് എന്നതാണ് ശരിയായ വ്യാഖ്യാനം. അതെപ്പോഴായിരുന്നു? മക്ക ഫതഹിൻ്റെ ദിവസം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫഇന്നഹ ലം തുഹല്ല ലി അഹദിൻ ഖബ്ലി വലം തഹില്ല ലി അഹദിൻ ബഅദി. കഅബ അല്ലെങ്കിൽ ഈ മക്ക അത് പവിത്രമാണ്, ഹറാമാണ്, അവിടെ വെച്ച് കൊല ചെയ്യാൻ പാടില്ല എന്ന ഈ നിയമം എനിക്ക് മുമ്പ് മറ്റൊരാൾക്കും നീക്കി കൊടുത്തിട്ടില്ല, എനിക്ക് ശേഷവും ഒരാൾക്കും നൽകാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1 മണിക്കൂർ സമയം മക്ക ഫതഹിൻ്റെ ദിവസം അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തു. അവിടെ ആരെ കണ്ടാലും, ശത്രുക്കളായ ആളുകളെ കണ്ടാൽ കൊല്ലാനുള്ള അവകാശം. ഇത് മുൻകാലത്ത് ഇല്ലായിരുന്നു. ജാഹിലിയ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടൊരു അസർ കാണാം, എൻ്റെ ഉപ്പ ഖത്താബിനെ കൊന്ന ആളെ ഞാൻ ഹറമിൽ വെച്ച് കണ്ടാൽ ഞാൻ കൊല്ലുകയില്ല. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉപ്പ ഉമർ ഇബ്നു ഖത്താബിനെ കൊന്നവനെ ഞാൻ ഹറമിൽ വെച്ച് കണ്ടാൽ ഞാൻ കൊല്ലുകയില്ല. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉപ്പയെ ഒരാൾ കൊന്ന് ആ കൊലയാളി ഹറമിൽ വെച്ച് കണ്ടാൽ ഞാൻ കൊല്ലുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജാഹിലിയ കാലത്ത് തന്നെ അവർക്കറിയാവുന്ന കാര്യമാണ്. ആ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഒഴിവാക്കി കൊടുത്തു. എന്തിനു വേണ്ടി? മക്ക ശുദ്ധീകരിക്കാൻ വേണ്ടി. അത് അല്ലാഹു തആല ദാറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ കേന്ദ്രമാക്കാൻ വേണ്ടി അവിടെയുള്ള മുശ്രിക്കുകളെ അല്ലാഹു തആല അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഈ നിയമം നീക്കിക്കൊടുത്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറച്ച് ആളുകളെ മാത്രമേ മക്ക ഫതഹിൻ്റെ അന്ന് കൊന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ച ദിവസം അന്ന് പല ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം കൊടുത്തു. ചില സ്ഥലങ്ങൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇരിക്കുന്ന ആൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന ആളുകളെ കൊല്ലുകയില്ല, അതുപോലെ ഇന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെ കൊല്ലുകയില്ല. അപ്പോൾ അഭയം വേണ്ട ആളുകൾക്കൊക്കെ അവിടെ പോകാം. എന്നാൽ ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ആളുകൾ, അവരെ കണ്ടാൽ നിങ്ങൾ കൊന്നുകളയുക. വലൗ വജദ്തുമൂഹു മുതഅല്ലിഖൻ ബി അസ്താരിൽ കഅബ, കഅബയുടെ തൊട്ടടുത്തെന്നല്ല, കഅബയുടെ ആ വിരി, കഅബക്ക് ചുറ്റും ഒരു മറയുണ്ടായിരുന്നു, ആ മറയിൽ ആ തുണിയിൽ പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ കണ്ടാലും കൊന്നുകളയുക എന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം സഹാബിയായിരുന്നു, ഹിജ്റ പോയി മുസ്ലിമായിട്ട്, പിന്നീട് മുർത്തദ്ദായി മക്കയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം ഉപദ്രവിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ പരിഹസിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച് കവിത എഴുതുക, അതിങ്ങനെ കണ്ട പെണ്ണുങ്ങളെയൊക്കെ കൂട്ടി ആ കവിതകളൊക്കെ പാടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അയാളുടെ പണി. അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ ഈ രൂപത്തിലുണ്ടായിരുന്ന ചില ആളുകൾ. ഈ വ്യക്തി അതുപോലെ തന്നെ കഅബയുടെ വിരിയിൽ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് അയാളെ കൊല്ലുന്നത്. അബൂ ബർസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തെ വധിച്ചു. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചാണ് വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദ് എന്ന് പറയുന്നത്. താങ്കൾക്ക് ഈ ഹറമിൻ്റെ പവിത്രത ഒഴിവാക്കി തരുന്നതാണ്. ഇത് ചരിത്രത്തിൽ ആകെ 1 മണിക്കൂർ സംഭവിച്ചുള്ളൂ. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ 1 മണിക്കൂർ സമയമാണ് ഹറമിൽ യുദ്ധത്തിനുള്ള അനുവാദം അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അനുവാദമില്ലാതെ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ, ഇനി നടക്കാനുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി 1 മണിക്കൂറേ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സംശയം തോന്നാം, വഅൻത ഹല്ലും ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണല്ലോ, അല്ലെ? ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്ത്, മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്ത് എന്നാണ് അതിൻ്റെ ശരിയായ നിർവചനം. കാരണം ചില സൂറത്തുകൾ മക്കയിൽ അവതരിച്ചതാണെങ്കിലും അതിന് മദനിയാണ്
ആയിട്ടാണ് കണക്കാക്കുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അത് മദനിയായ സൂറത്താണ്, കാരണം ഹിജ്റക്ക് ശേഷം അവതരിച്ചതാണ്. മക്കിയായ സൂറത്ത് ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ അവതരിച്ച സൂറത്തുകളാണ് മക്കിയായ സൂറത്തുകൾ. ഈ മക്ക ഫതഹ് സംഭവിക്കുന്നത് അവസാന കാലത്തല്ലേ? താങ്കൾക്ക് ഇവിടെ അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് തുടക്കത്തിലാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു സംഭവം വരാനുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, താങ്കൾ മയ്യിത്താണ് എന്ന് പറഞ്ഞാൽ മയ്യിത്താവാനുള്ളതാണ്, മരിക്കാനുള്ളതാണ് എന്നർത്ഥം ആ രൂപത്തിൽ. അതുപോലെ തന്നെ ഈ വാചകം, ഇതിന് അറബിയിൽ നഹ്വ് നിങ്ങൾ പഠിക്കും, ഇൻഷാ അല്ലാഹ് പഠിക്കും, ജുംലത്തുൻ മുഅത്തരിദ എന്ന് പറയും. അത് രണ്ട് വാചകങ്ങളുടെ ഇടയിൽ കയറി വന്ന ഒരു വാചകം. ഒരു ആശയം ഇങ്ങനെ നമ്മൾ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലൊരു വിഷയം മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയാം. ഏതുപോലെ ഇപ്പോൾ ഇവിടെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്ക എന്ന് പറയുന്ന ഈ നാടാണേ സത്യം എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത സത്യം ചെയ്യൽ എന്താണ്? വവാലിദിൻ വമാ വലദ്, പിതാവും പുത്രനുമാണേ സത്യം എന്നൊക്കെ പറയുകയാണ് അല്ലാഹു തആല. അതിൻ്റെ ഇടയിൽ സത്യം ചെയ്യലല്ലാത്തൊരു വാചകം വന്നിരിക്കുകയാണ്. കാരണം അതിന് ആദ്യത്തെ വാചകമായിട്ട് ബന്ധമുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് എന്ന് പറയുന്നതിന് ബന്ധമുണ്ട്. അതുകൊണ്ട് കാരണം ഈ നാട് തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല പറയുമ്പോൾ മക്കയുടെ പവിത്രതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരാൾ ചോദിച്ചേക്കാം, ഇത്രയും പവിത്രമായ മക്കയിൽ വെച്ച് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് എന്ന കാര്യം ഉണർത്താൻ വേണ്ടി. വവാലിദിൻ വമാ വലദ്, ഉപ്പയും മക്കളുമാണ് സത്യം. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പല അഭിപ്രായങ്ങളും പല വിശദീകരണങ്ങളും തഫ്സീറുകളിൽ കാണാം. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ്, ജനിപ്പിച്ചവൻ. വലദ് എന്ന് പറഞ്ഞാൽ അവൻ എന്തിനെയാണോ ജനിപ്പിച്ചത്, അഥവാ മക്കൾ. ഇപ്പോൾ ചിലർ ആദം നബി അലൈഹി സ്വലാം ബാക്കിയുള്ള മനുഷ്യന്മാരുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല വ്യാഖ്യാനങ്ങളും കാണാം. പക്ഷേ ഇമാം തബരി റഹിമഹുല്ലാഹ് പറയുന്നു, ഖുർആനിൽ അല്ലാഹു തആല പൊതുവായ ഒരു പദം ഉപയോഗിച്ചാൽ, അഥവാ പിതാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ പിതാക്കന്മാരും പെട്ടു, അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് പറയണമെങ്കിൽ പ്രത്യേകം തെളിവ് വേണം. അതില്ലാത്ത സ്ഥിതിക്ക് എല്ലാം ഉൾപ്പെടും. ആദം നബി അലൈഹി സ്വലാം പെട്ടു, ബാക്കി എല്ലാ മനുഷ്യന്മാരും അതിൽപ്പെട്ടു. അപ്പോൾ പിതാക്കന്മാരും മക്കളും എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. ഒരാൾക്ക് അവനെപ്പോലെ ഒരു കോപ്പിയായിട്ട് മക്കളുണ്ടാകുന്നു. അവൻ്റെ പല വിശേഷണങ്ങളും ഈ മക്കളിൽ കാണാം. എങ്ങനെയാണിത് ഈ മക്കളിലേക്ക് പകരുന്നത്, എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് അല്ലേ? മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയായിട്ടാണ് മക്കളെ കാണുന്നത്. ഒരാൾ മരിക്കുമ്പോൾ തനിക്ക് നല്ലവരായ മക്കളുണ്ടെങ്കിൽ അവൻ സമാധാനത്തോടുകൂടിയാണ് മരിക്കുന്നത്. എൻ്റെ തുടർച്ച ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാകും. മക്കളില്ലാതെ മരിച്ചു പോകുന്ന ആളുകൾ അങ്ങേറ്റത്തെ വിഷമത്തിലായിരിക്കും അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്രായമായി വളരെ പ്രായമായ ആളുകൾ പോലും മക്കളുണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മക്കളുണ്ടായിട്ട് എന്തിനാണ്? ഈ മക്കളെ കൊണ്ട് സാമ്പത്തികമായ പ്രയോജനമില്ല, ശാരീരികമായി മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും അതിനവർക്ക് സാധിക്കുകയില്ല. നേരെ മറിച്ച് നേരെ വിപരീത ഫലമായിരിക്കും. വയസ്സുകാലത്ത് ഈ മക്കളെ കൂടി നോക്കേണ്ട അവസ്ഥയായിരിക്കും. പക്ഷെ എന്നാലും മക്കളുണ്ടാകണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. എന്തുകൊണ്ടാണ്? അത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു വികാരമാണ്, തൻ്റെ ഒരു തുടർച്ച ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്, ആയത്താണ്. ഇതെവിടെ നിന്നുണ്ടായി ഈ ചിന്ത? ആരുണ്ടാക്കി? കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ചിന്തിക്കുന്നതാണ് എല്ലാവിധ നിയമങ്ങളും മൂല്യങ്ങളും എന്നൊക്കെയാണ് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ ഫിലോസഫി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിന്ത മനുഷ്യനുണ്ടാവേണ്ടതില്ല. എന്തിനാണ് മക്കളുണ്ടാകുന്നത്? പക്ഷേ മനുഷ്യൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗമാണിത്. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തവുമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന, ഇനിയാണ് സത്യം ചെയ്തതിൻ്റെ ജവാബു അൽ ഖസം, സത്യം ചെയ്ത് പറയുന്ന വിഷയം വരുന്നത്. എന്താണ് വിഷയം? ലഖദ് ഖലഖനൽ ഇൻസാന ഫി കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് കബദിലാണ്. കബദ് എന്ന് പറഞ്ഞാൽ പ്രയാസം, വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കം മുതൽ അവസാനം വരെ ധാരാളം പ്രയാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ക്ലേശകരമായ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനർത്ഥം മനുഷ്യന് ജീവിതം മുഴുവനും അദാബായിരിക്കും എന്നല്ല. നേരെ മറിച്ച് ഈ പ്രയാസങ്ങൾ അത് തരണം ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് ദുനിയാവിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. എന്താണ് പ്രയാസമെന്ന് പറഞ്ഞാൽ ഹംലുഹു വ വിലാദത്തുഹു, അല്ലെ, ഗർഭപാത്രത്തിൽ കഴിയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്കറിയില്ല പ്രയാസം എന്തായിരുന്നു എന്നുള്ളത്. ഗർഭത്തിൽ കഴിയുന്നൊരു കുട്ടിക്ക് പല പ്രയാസങ്ങളുമുണ്ട്. വ വിലാദത്തുഹു, പുറത്ത് വരുന്നത്, അല്ലെ, കരഞ്ഞുകൊണ്ടാണ് പുറത്ത് വരുന്നത്. അപ്പം എന്തായാലും പ്രയാസം ഉണ്ടാവും. കാരണം ഒരവസ്ഥ വളരെ പെട്ടെന്ന് വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇരുട്ടിൽ ഈ
വയറ്റിൽ കിടന്നിരുന്ന കുട്ടി പെട്ടെന്ന് പുറത്തെത്തുന്നു, അതിൽ ആ കുട്ടിക്ക് പ്രയാസമുണ്ടാകും. ഹംലുഹു അബിലാദത്തുഹു വറദാഉഹു വഫിസാലുഹു, മുല കുടിക്കുക എന്നുള്ളത് അല്ലെ, തുടക്കത്തിൽ മുല കുടിക്കുന്നത് പ്രയാസമായിരിക്കും കുട്ടിക്ക്, നിർബന്ധിച്ച് കുടിപ്പിക്കലാണ്. വഫിസാലുഹു, പിന്നെ 2 വർഷം കഴിഞ്ഞ് മുലകുടി നിർത്തൽ വളരെ പ്രയാസമാണ്, കഷ്ടപ്പെട്ടാണ് മുലകുടി നിർത്തുന്നത്. വനബ്തു അസ്നാനിഹി വഹയാത്തുഹു, അവൻ്റെ പല്ല് മുളക്കുന്നത് പ്രയാസമാണ്. പല്ലുണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ കുട്ടിക്ക് പ്രയാസമാണ്. വഹയാത്തുഹു, അതിനുശേഷമുള്ള അവൻ്റെ ജീവിതം മുഴുവൻ. വമആഷുഹു വമമാതുഹു, അവൻ്റെ ജീവിതവും മരണവും ഇതെല്ലാം ഫി മശക്ക, പ്രയാസത്തിലാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഇത് വിശദീകരിച്ച് കുറച്ചധികം വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, പ്രസവിക്കുന്ന സമയത്തുള്ള പ്രയാസം, പിന്നെ പല്ല് മുളക്കുന്നത്, സുന്നത്ത് കഴിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നത്, ഉസ്താദിനെ പേടി, അതുപോലെ മാതാപിതാക്കളുടെ അടിയും ശിക്ഷണവും അത് വിഷമമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സമ്പാദിക്കണം, വിവാഹം കഴിക്കണം, വീടുണ്ടാക്കണം, ഇങ്ങനെ മരണം വരെ, അവസാനം മരണവേദന, അത് കഴിഞ്ഞ് ഖബറിലെ ശിക്ഷ, പരീക്ഷണങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അല്ലാഹു തആല ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്. അതെന്താണ്? നമ്മൾ തയ്യാറായിരിക്കും അല്ല, ജീവിതത്തിൽ പ്രയാസങ്ങളെന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ, അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നേരത്തെ പ്രതീക്ഷിച്ചാൽ എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും ഈ പ്രയാസങ്ങൾ നേരിടാൻ. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തിലെ പ്രയാസങ്ങളെന്ന് പറയുന്നത് കാറ്റും മഴയും രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത് പോലെയാണ് അല്ല. രാത്രിയായാൽ നേരം വെളുക്കും, പിന്നെയും രാത്രിയാവും. അതുപോലെ വർഷത്തിൽ ഓരോരോ മാസങ്ങൾ കഴിയുമ്പോൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മഴക്കാലം വരാനുണ്ട്, ഇപ്പോൾ നേരത്തെ കുട വാങ്ങി വെക്കും, അതിനനുസരിച്ച് ഒരുങ്ങി നിൽക്കും, അത്രയേ ഉള്ളൂ. അത് മഴ വന്നു എന്ന് പറഞ്ഞ് ഇരുന്ന് ആരും കരയാറില്ല. വേനലാകുമ്പോൾ ചൂടുണ്ടാവും, അപ്പോൾ ചൂട് നേരിടാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കും. അതല്ലാതെ ചൂടായി, ഈ വർഷം ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് ആരും ആത്മഹത്യ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ തയ്യാറായിരിക്കുക, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അപ്പോൾ അല്ലാഹു തആല അവൻ എങ്ങനെ നിശ്ചയിച്ചുവോ അതുപോലെ ജീവിക്കുന്ന ഒരു മഖ്ലൂക്ക് മാത്രമാണ് മനുഷ്യൻ. അവൻ പ്രയാസപ്പെടാൻ തീരുമാനിച്ച സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രയാസപ്പെട്ടിട്ടേ കടന്നു പോവുകയുള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, ഇത്രയും ദുർബലനായ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ കഴിയുന്ന മനുഷ്യൻ അവൻ വിചാരിക്കുന്നുവോ അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന്, അവൻ്റെ മേൽ മറ്റൊരാൾക്കും ഖുദ്റത്തില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിഷേധികളായ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം പ്രയാസത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് നിഷേധിയായ കാഫിറായ മനുഷ്യനാണ് എന്ന് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല, എല്ലാ മനുഷ്യരുടെയും അവസ്ഥയെക്കുറിച്ചാണ് എന്നും പറഞ്ഞതായി കാണാം. അതാണ് ശരിയായിട്ടുള്ളത്, എല്ലാ മനുഷ്യരെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് ഇത് നിഷേധികളെക്കുറിച്ചാണ്. അയഹ്സബു, അവൻ വിചാരിക്കുന്നുണ്ടോ അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, ആർക്കും അവനെ പിടികൂടാൻ സാധിക്കുകയില്ല എന്ന്. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, അവൻ പറയുന്നു, മനുഷ്യൻ പറയുന്നു, ഞാൻ ധാരാളം പണം നശിപ്പിച്ചിരിക്കുന്നു എന്ന്. ലുബദ എന്ന് പറഞ്ഞാൽ ബഅ്ദുഹു ഫൗഖ ബഅദ്, ഒന്നിനു മുകളിൽ ഒന്നായിക്കൊണ്ട്, അതായത് കുന്ന് കൂടി കിടക്കുന്ന അത്രയും പണം ഞാൻ ചിലവഴിച്ചിരിക്കുന്നു, വെറുതെ കളഞ്ഞിരിക്കുന്നു എന്ന് മനുഷ്യൻ പറയും. അപ്പോൾ മാസിയത്തുകൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ല, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് എൻ്റെ പണം കൊണ്ട് തോന്നിയത് ചെയ്യാൻ പറ്റും, ഞാൻ ഇന്ന മാസിയത്തുകൾ, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്ര പൈസക്ക് കുടിച്ചിട്ടുണ്ട്, ഇത്ര സംഖ്യക്ക് ഇന്ന ഹറാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോൾ പാപികളായ നിഷേധികളായ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അയഹ്സബു അല്ലം യറഹു അഹദ്, അവനെ ആരും കണ്ടിട്ടില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത്? അവൻ ഈ പാപം ചെയ്യുന്നത്, അവൻ്റെ സമ്പത്ത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, ഇതൊന്നും ആരും കണ്ടിട്ടില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത്? അപ്പോൾ മനുഷ്യൻ പാപിയായി ധിക്കാരിയായി ജീവിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അള്ളാഹു അവനോട് പറയുന്നത്. അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, ആർക്കും അവൻ്റെ മേൽ ഖുദ്റത്ത്, അവനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അയഹ്സബു അല്ലം യറഹു അഹദ്, അവനെ ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഇൽമും, ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു തആല ഓർമ്മിപ്പിച്ച് പേടിപ്പിക്കുന്നത്. ഇത് ഖുർആനിൽ പല സ്ഥലത്തും കാണാം. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് കാണാം. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ മുകളിൽ നിന്നോ താഴെ നിന്നോ ഒരു ശിക്ഷ കൊണ്ട് നിങ്ങളെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അവൻ, ഖുദ്റത്തുള്ളവനാകുന്നു അവൻ. ഈ ആയത്തിറങ്ങി ഈ ഭാഗത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അഊദു ബിവജ്ഹിക്, അല്ലാഹുവേ നിൻ്റെ പരിശുദ്ധമായ മുഖം മുൻനിർത്തിക്കൊണ്ട്
ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അഥവാ ഈ പറഞ്ഞ ശിക്ഷ, മുകളിൽ നിന്ന് താഴെ നിന്നുള്ള ശിക്ഷ പിടികൂടുന്നതിനെ തൊട്ട്. തുടർന്ന് ആയത്തിൽ അടുത്തായി പറയുന്നത് എന്താണ്? ഔ യൽബിസക്കും ഷിയഅൻ, അല്ലെങ്കിൽ നിങ്ങളെ കക്ഷികളാക്കി മാറ്റുക, യുദീഖ ബഅ്ദുക്കും ബഅ്സ ബഅ്ദ്, എന്നിട്ട് നിങ്ങളെ പരസ്പരം തമ്മിൽ അടുപ്പിക്കുക. അങ്ങനെ ശിക്ഷിക്കാനും അവൻ കഴിവുള്ളവനാണ്. അവൻ വിശ്വാസം പറഞ്ഞു ഹാത്താനി അഹ്വൻ, ഇത് പിന്നെയും കുറച്ചുകൂടി എളുപ്പമാണ്. അഥവാ അള്ളാഹു വലിയൊരു ശിക്ഷ മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിച്ചതുപോലെയുള്ള ഒരു ശിക്ഷ കൊണ്ട് ഒറ്റയടിക്ക് നശിപ്പിക്കുന്നതിനേക്കാളും കുറച്ച് സമാധാനമുള്ളതാണ് കക്ഷികളായി തമ്മിലടിക്കുക എന്നുള്ളത് എന്ന് പറയുകയുണ്ടായി. ഇത് ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു മനുഷ്യനെ താക്കീത് ചെയ്യുന്നതാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹു കാണുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ചെയ്യുന്നത് അറിയുന്നു എന്നുറപ്പായി. കാണുന്ന കാര്യം അള്ളാഹു താല അറിയുമെന്നത് ഉറപ്പായി. അത് അള്ളാഹു താല പാപികളെ ഓർമ്മിപ്പിച്ച് താക്കീത് ചെയ്തതും ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ അലഖിൽ അള്ളാഹു താല പറഞ്ഞു അലം യഅലം ബി അന്ന അല്ലാഹ യറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ തടയുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവരെക്കുറിച്ച് സംസാരിക്കുന്ന ആയത്തിലാണ് പറയുന്നത് അലം യഅലം, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ, ബി അന്ന അല്ലാഹ യറ, അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്നത്. എന്തുകൊണ്ടാണ് ഈ ഇൽമും ഖുദ്റത്തും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു താക്കീത് ചെയ്യുന്നത്? ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂ ഫതാവിൽ പറഞ്ഞ് കാണാം. കാരണം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് മറ്റൊരാളെ ശിക്ഷിക്കാൻ സാധിക്കുക. ഇപ്പോൾ ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു ഖാദിക്ക്, ഒരു ജഡ്ജിന് ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ അവൻ ചെയ്ത തെറ്റെന്താണ് എന്നറിയണം, എൽമുണ്ടാവണം. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എൽമ് വേണം. അതിനാണ് സാക്ഷികളും വിചാരണയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ശിക്ഷിക്കാനുള്ള ഖുദ്റത്ത് വേണം അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, എല്ലാവിധ തെളിവുകളും ഉണ്ട്, പക്ഷേ ശിക്ഷിക്കാനുള്ള ഖുദ്റത്തില്ല. കാരണം നിയമം അനുവദിക്കുന്നില്ല. ശിക്ഷ വളരെ പരിമിതമാണ് പല തെറ്റുകൾക്കും. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിനുള്ള കഴിവ് ഖാദിക്കില്ല. അള്ളാഹു താലയ്ക്ക് ഇത് രണ്ടും മുത്ലഖാണ്, പരിധിയില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ അറിവിനും പരിധിയില്ല, അള്ളാഹുവിൻ്റെ കഴിവിനും പരിധിയില്ല. ഈ കാര്യം ഓർത്താൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് മനുഷ്യൻ അവസാനിപ്പിക്കും. അതാണ് അള്ളാഹു താല ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് അള്ളാഹു താല പറയുന്നു അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? അപ്പോൾ മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഇവിടെ പറയാൻ കാരണം, മനുഷ്യൻ പാപം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ കഴിവും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അത് മറന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന ചില അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച്, അതുപോലെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മറന്നിട്ടാണ് മനുഷ്യൻ പാപം ചെയ്ത് ഞാനിതാ സമ്പത്ത് ഹറാമുകൾക്ക് ചിലവഴിച്ചിരിക്കുന്നു എന്നൊക്കെ അഭിമാനപൂർവ്വം പറയുന്നത് പരലോകത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പരലോകത്തെക്കുറിച്ച് ബോധം ഉണ്ടാക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് രണ്ട് കണ്ണുകൾ നാം നൽകിയില്ലേ. അല്ലെ, മനുഷ്യൻ്റെ കണ്ണ് വളരെ അത്ഭുതമുള്ള സൃഷ്ടിയാണ്. ഈ കണ്ണ് പോലെയുള്ള ഒരു വസ്തു, ഒരു ക്യാമറ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. അത്രയും വളരെ പരിപൂർണമായ രീതിയിലാണ് കണ്ണ് അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത്. അത് രണ്ട് കണ്ണും പരസ്പരം കൂടിച്ചേരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ഉണ്ടാകുന്നത്. കണ്ണിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അത്ഭുതകരമായ രൂപത്തിലാണ് അള്ളാഹു താല ഈ സൃഷ്ടിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. വലിസാനൻ വശഫത്തേൻ, അതുപോലെ നാവും രണ്ട് ചുണ്ടുകളും നൽകിയില്ലേ. അതും ഈ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കാൻ നാവ്, പക്ഷെ നാവ് എടുത്തു വെക്കാൻ വേണ്ടി നമ്മൾ മൊബൈലൊക്കെ കവറിലിടുന്ന പോലെ ഒരു കവറായിട്ട് രണ്ട് ചുണ്ട്, അത് അടക്കി അവിടെ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചുണ്ടുകൾ സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചുണ്ടും കൂടിയിട്ടാണ് സംസാരിക്കുന്നത്, അക്ഷരങ്ങൾ വ്യക്തമായിട്ട് പുറത്തു വരുന്നത്. ഇതൊക്കെ അള്ളാഹു താലയുടെ ഖുദ്റത്ത്, അവൻ്റെ കഴിവ് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വഹദൈനാഹു നജ്ദൈൻ, അതുപോലെ തന്നെ അള്ളാഹു താല മനുഷ്യന് നൽകിയിട്ടുള്ള മറ്റൊരു വലിയ അനുഗ്രഹമാണ് വഹദൈനാഹു നജ്ദൈൻ, രണ്ട് നജ്ദുകൾ അവന് നാം കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ. എന്താണ് നജ്ദ് എന്ന് പറഞ്ഞാൽ? നജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശത്തിനാണ് നജ്ദ് എന്ന് പറയാം, മലമ്പ്രദേശത്തിനാണ് അറബിയിൽ നജ്ദ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് മലകളെന്ന് പറഞ്ഞാൽ ഖൈറും ഷർറും, നന്മയും തിന്മയും എന്താണെന്ന് അള്ളാഹു വേർതിരിച്ചു കൊടുത്തു. ഇത് വിശുദ്ധ ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിലും കാണാം. സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു തആല പറഞ്ഞു ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യന് അള്ളാഹു തആല നന്ദി കാണിക്കാനുള്ള വഴിയും നന്ദികേട് കാണിക്കാനുള്ള വഴിയും കാണിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഖൈറും ഷർറും എന്താണ് എന്ന് അള്ളാഹു തആല മനുഷ്യന് വിശദീകരിച്ച് തന്നിട്ടുണ്ട് പല രൂപത്തിൽ. ഒന്ന്, മനുഷ്യന് അതിന് പറ്റുന്ന ഒരു ബുദ്ധി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ ഖൈറും ഷർറും വേർതിരിച്ചറിയാൻ പറ്റും. പൂർണ്ണമായിട്ടല്ല, പൊതുവെ ഏറെക്കുറെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അള്ളാഹു അമ്പിയാക്കളെയും മുർസലിങ്ങളെയും പറഞ്ഞയച്ചു ഖൈറും ഷർറും പഠിപ്പിച്ചു തരാൻ വേണ്ടി.
മനുഷ്യന് അള്ളാഹു ഫിത്രത്ത് നൽകി അല്ലേ? മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ബോധമുണ്ട്, ഫിത്രത്ത്. അതുകൊണ്ട് മനുഷ്യന് ഖൈറും ഷർറും വേർതിരിച്ചറിയാൻ പറ്റും അല്ലേ? മനുഷ്യന് അഖലുണ്ട്, ഫിത്രത്തുണ്ട്, ശറഉണ്ട്. ഈ മൂന്ന് കൊണ്ടും ഖൈറും ഷർറും വേർതിരിച്ചറിയാൻ പറ്റും. വ്യക്തമായി വേർതിരിക്കുക ശറഅ കൊണ്ട് മാത്രമാണ്. പക്ഷേ ബുദ്ധി കൊണ്ട് തന്നെ വേർതിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചാൽ മതി. ഏതൊക്കെ കാര്യങ്ങൾ തിന്മയുണ്ടോ അതിലൊക്കെ വൃത്തികേടുകൾ നമുക്ക് കാണാൻ സാധിക്കും, അതിലൊക്കെ കുഴപ്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ. അതുപോലെ മനുഷ്യൻ്റെ ഫിത്രത്തിൻ്റെ ഒരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ പോകണമെന്ന് വിചാരിക്കുക. ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കൊലയാളി പുറപ്പെട്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് ഇപ്പം പോകുന്ന വാഹനത്തിൻ്റെ മുമ്പിൽ ഒരു ജീവി, പൂച്ചയോ നായോ എടുത്ത് ചാടിയാൽ അതിനെ കൊല്ലാൻ മടിക്കും. അവനൊന്ന് അവിടെ കാത്തു നിൽക്കും. എന്താണ്? കാരണം കൊലപാതകം എന്നുള്ളത് ഫിത്രത്തിനെതിരാണ്. ഇവനൊരാളെ കൊല്ലാനാണ് പോകുന്നത്. പക്ഷെ എന്നാലും ആ കൊലയാളിക്കും അറിയാം കൊലപാതകം തെറ്റാണെന്നുള്ളത്. അതുകൊണ്ട് അവൻ കൊല്ലാൻ പോയ ഒരാളെ മാറി വേറൊരാളെ കൊന്നാൽ അവൻ വിഷമിക്കും. അയാളെ കൊന്നാൽ തന്നെ പിന്നീട് വിഷമിക്കും. അപ്പോൾ മനുഷ്യൻ ഫിത്രത്ത് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതുപോലെ തന്നെ വ്യഭിചാരം അല്ല, മനുഷ്യൻ പെട്ടുപോകുന്നൊരു വലിയ തെറ്റാണ്, ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒരു തിന്മയാണ്. അതുകൊണ്ടാണ് അതിന് വലിയ കടുത്ത ശിക്ഷ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് ദുനിയാവിലും ആഖിറത്തിലും. ഈ വ്യഭിചാരം ചെയ്യുന്ന ആൾ ആരാണെങ്കിലും സ്വന്തം വീട്ടിലുള്ള സ്ത്രീകൾ ചെയ്യുന്നതിൽ അതിന് സമ്മതിക്കുകയില്ല, ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ ഫിത്രത്ത് നഷ്ടപ്പെട്ടു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ഫിത്രത്തുള്ളൊരു മനുഷ്യൻ ഒരിക്കലും സ്വന്തം വീട്ടുകാർ ഈ തിന്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയില്ല, സ്വന്തം മക്കൾ ചെയ്യുന്നതോ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ മനുഷ്യന് ഫിത്രത്തുണ്ട്. ആ ഫിത്രത്ത് കൊണ്ട് അവൻ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ സാധിക്കും. വഹദൈനാഹുൻ നജ്ദൈൻ ഫലഖതഹമൽ അഖബ. പക്ഷേ അവൻ ആ അഖബയിൽ പ്രവേശിച്ചില്ല. എന്താണ് അഖബ എന്ന് പറഞ്ഞാൽ? അത്വരീഖുൽ കഊദ്, വളരെ ഞെരുങ്ങിയ വഴി, അഥവാ സഞ്ചരിക്കാൻ പ്രയാസമുള്ള വഴികൾക്കാണ് അഖബ എന്ന് പറയാം. ഇഖ്തഹമ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത്. പരിഭാഷകളൊക്കെ അതാണ് കാണുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിയായ അർത്ഥം അറബിയിൽ ഇഖ്തഹമ എന്ന് പറഞ്ഞാൽ ദഖല ഫീ ഷൈഇൻ ബിസുർഅത്തിൻ വശിദ്ദ, ഒരു കാര്യത്തിൽ വളരെ പെട്ടെന്നും പ്രയാസത്തോടു കൂടി അല്ലെങ്കിൽ ശക്തമായി പ്രവേശിക്കുക. ഇപ്പോൾ നിറച്ച ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വാഹനം ഇടിച്ചു കയറ്റിയാൽ അതിനൊക്കെ ഇഖ്തിഹാം എന്ന് പറയാം. ഒരു വസ്തുവിൽ എന്താ പറയുക, ആ പറഞ്ഞ ഉദാഹരണം പറയുമ്പോൾ അത് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ആ രൂപത്തിൽ പ്രവേശിക്കുക, അതാണ് ഇഖ്തിഹാം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊക്കെ ഇഖ്തിഹാം എന്ന് പറയും. കാരണം നമുക്ക് അവിടെ ഒരറിവുമില്ലാത്ത മേഖലയാണ്, അതിൽ നമ്മൾ പോയിട്ട് അഭിപ്രായം പറയാം, അതിനൊക്കെ ഇഖ്തിഹാം എന്ന് പറയാറുണ്ട്. അപ്പോൾ മനുഷ്യൻ ഇവിടെ അല്ലാഹു തആല അവന് കാണിച്ചു കൊടുത്ത ഈ മലമ്പാതയിൽ 2 മലകൾ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അതിൽ നന്മയുടെ വഴിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അഖബ എന്ന് പറയുന്നത് നന്മയുടെ വഴിയാകുന്ന ആ പ്രയാസകരമായ പാതയിൽ അവൻ പ്രവേശിച്ചില്ല. അതിനു മുമ്പ് മറ്റൊരു കാര്യം ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നന്മയും തിന്മയുമാകുന്ന വഴികൾ കാണിച്ചു കൊടുത്തു എന്നാണല്ലോ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ കണ്ണ് കൊടുത്തു, നാവ് കൊടുത്തു, ചുണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നന്മയും തിന്മയും കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ തിന്മ എന്താണ് എന്ന് മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നതും ഒരു അനുഗ്രഹമാണോ? നന്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ അനുഗ്രഹം? നന്മയുടെ വഴി അള്ളാഹു വിശദീകരിച്ചു കൊടുത്തു, മനുഷ്യന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. പക്ഷേ തിന്മ എന്താണെന്ന് പറഞ്ഞതോ വിശദീകരിച്ചു കൊടുത്തതോ? ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് തഗ്ലീബ് എന്ന് പറയും. തഗ്ലീബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കൂട്ടത്തിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റതിനെയും കൂട്ടിയിട്ടൊരു പ്രയോഗം നടത്തും. ഉദാഹരണത്തിന് സൂര്യനെയും ചന്ദ്രനെയും കൂട്ടിയിട്ട് അറബിയിൽ ഖമറാനി എന്ന് പറയും. അൽ ഖമറാൻ, സൂര്യനും ചന്ദ്രനും. അപ്പോൾ ഒന്ന് ഷംസാണ്, അഷംസു അൽ ഖമർ എന്നാണ്. പക്ഷെ 2നെയും കൂടി കൂട്ടിയിട്ട് ഖമറാൻ എന്ന് പറയും. അതുപോലെ ഇവിടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫലഖ്തഹമൽ അഖബ, അപ്പോൾ ഈ നന്മയുടെ അഖബയിൽ അവൻ പ്രവേശിച്ചില്ല. അഖബ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത്വരീഖുൽ കഊദ്, ഇടുങ്ങിയ അതുപോലെ നമുക്ക് യാത്ര ചെയ്യാൻ പ്രയാസമുള്ള വഴിക്കാണ് അഖബ എന്ന് പറയാം. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നന്മ ചെയ്യുക എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ പ്രയാസമുണ്ടാകും. അടിസ്ഥാനപരമായി നന്മകൾ പ്രയാസമുള്ളതല്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്,
ദീനിൽ നിങ്ങൾക്കൊരു പ്രയാസവും അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ ചില നന്മകളൊക്കെ പ്രയാസമായി തോന്നും. പക്ഷേ അത് ചെയ്യാൻ സാധിക്കാത്തതല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു മനുഷ്യനും കഴിവിൽപ്പെടാത്ത കാര്യം അല്ലാഹു നിർബന്ധിക്കുകയില്ല. പക്ഷേ ചെറിയ പ്രയാസങ്ങളുണ്ടാവാം. ഇത് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളൊരു തെറ്റിദ്ധാരണക്കുള്ള മറുപടിയാണ് അല്ലേ. ദീനിൽ പ്രയാസമൊന്നുമില്ല എന്ന് പറയുന്ന ഈ ആയത്തുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തൊരു ചെറിയ പ്രയാസമുള്ളൊരു കാര്യമാണെങ്കിലും അത് അങ്ങ് നിഷേധിക്കും. അതോടുകൂടി ദീനിൽ പ്രയാസമില്ല, അതുകൊണ്ട് ഇത് ഇസ്ലാമിൽ ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ ഹിജാബിനെ കുറിച്ച് പറഞ്ഞാൽ ദീൻ എളുപ്പമാണ്, അതുപോലെ താടി ദീൻ എളുപ്പമാണ്. അപ്പോൾ അവർക്ക് പ്രയാസമായി തോന്നുന്നതൊക്കെ ദീൻ എളുപ്പമാണെന്നുകൊണ്ട് തള്ളിക്കളയും. അതേ റബ്ബാണ് ഇവിടെ പറയുന്നത് ഫലഖ്തഹമൽ അഖബ, പ്രയാസകരമായ ഈ വഴി മനുഷ്യൻ അതിൽ പ്രവേശിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രയാസമുള്ള കാര്യങ്ങളുണ്ട് ദീനിൽ, പക്ഷെ അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ, അത് ശീലിച്ചു കഴിഞ്ഞാലൊക്കെ അത് കൂടുതൽ എളുപ്പമായിരിക്കും. അതുപോലെ അതിൻ്റെ ഫലം നല്ലതായിരിക്കും, ആത്യന്തികമായ ഫലം നല്ലതായിരിക്കും. ഇനി അല്ലാഹു തആല വിശദീകരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പ്രയാസകരമായ നന്മകളെന്ന് പറയുന്നത്. വമ അദ്റാക മൽ അഖബ, ഈ പ്രയാസമുള്ള വഴി എന്ന് പറഞ്ഞത് എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്. ഫക്കു റഖബ, ഫക്കുൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. ഇപ്പോൾ നമ്മൾ സർഫിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫക്കുൽ ഇദ്ഗാം, ഇദ്ഗാമിനെ വേർതിരിക്കൽ എന്ന് പറഞ്ഞാൽ മദ്ദ എന്നുള്ള വാക്ക് അതിലൊരു ഇദ്ഗാമുണ്ട്, ഒരു ഷദ്ദുണ്ട്. ഷദ്ദിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. മദ്ദ അതെന്ത് ചെയ്യും, മദദ എന്ന് പറയും. അതിനാണ് ഫക്കുൽ ഇദ്ഗാം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, റഖബത്ത്. റഖബത്ത് എന്ന് പറഞ്ഞാൽ അടിമ, അടിമയെ മോചിപ്പിക്കുക. റഖബത്ത് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്. റഖബ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഷയിൽ അർത്ഥം പെരടി എന്നാണ്. അപ്പം അടിമക്ക് എന്തുകൊണ്ടാണ് പിരടി എന്നുള്ള ഈ പ്രയോഗം നടത്തുന്നത്? കാരണം അടിമകൾ പണ്ട് കാലത്ത് അവരുടെ കഴുത്തിൽ ചങ്ങല ഇട്ടിട്ടായിരുന്നു അവരെ വലിച്ചു കൊണ്ടുപോകാറുള്ളത്. അടിമകളെ നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അടിമ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ഒരു ചിത്രമാണ്, കഴുത്തിലൊരു ചരടുള്ള ഒരു ആൾ. അത് ഇസ്ലാമിൽ അങ്ങനെ ചെയ്യാൻ അനുവാദമില്ല, പക്ഷേ ജാഹിലിയത്തിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അടിമയെക്കുറിച്ച് റഖബത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടിമയെ മോചിപ്പിക്കൽ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഇന്ന് അടിമകളില്ലല്ലോ, പക്ഷേ അടിമകൾ ഒരുപാട് കാലം മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന സംവിധാനമാണ് അടിമത്തം എന്ന് പറയുന്നത്. ഇനിയും ഉണ്ടാകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കുറച്ച് കാലം അടിമത്തം ഇല്ല എന്നതുകൊണ്ട് അത് ഒരു അനാവശ്യമായി ഖുർആനിൽ അത് വെറുതെ പറഞ്ഞതായി വിചാരിക്കേണ്ടതില്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലത്ത് 95% നൂറ്റാണ്ടുകളിലും കാലഘട്ടങ്ങളിലും ഉണ്ടാവാനുള്ള സംവിധാനമാണ് അടിമത്തം എന്ന് പറയുന്നത്. അവസാന കാലത്ത് വീണ്ടും അത് തിരിച്ചു വരുമെന്ന് ഹദീസുകളിൽ സൂചനയുണ്ട്. അപ്പോൾ അടിമത്തം ഇസ്ലാം അംഗീകരിച്ചു എന്നുള്ളതൊരു തിന്മയാണോ, തെറ്റാണോ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ഒരിക്കലുമല്ല. അല്ലേ, നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് അടിമത്തം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാവും. യുദ്ധത്തിലൂടെയാണ് ഇസ്ലാം അടിമത്തം അനുവദിച്ചിട്ടുള്ളത്. ജാഹിലിയ കാലത്ത് പല രൂപത്തിൽ അടിമകളുണ്ടായിരുന്നു. വെറുതെ നടക്കുന്ന ആളെ പിടിച്ചിട്ട് അടിമയാക്കാറുണ്ടായിരുന്നു. അതുപോലെ കടം വാങ്ങിയിട്ട് കൊടുക്കാനില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ മക്കളെ അടിമകളാക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഹറാമാക്കി. സ്വതന്ത്രനായ ഒരാളെ പിടിച്ച് അടിമയാക്കുന്നത് വൻപാപമായി പ്രഖ്യാപിച്ചു. പക്ഷേ ഒരേ ഒരു വഴി അനുവദിച്ചു, യുദ്ധത്തിലൂടെ അടിമയാക്കുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിച്ചത്? യുദ്ധം കഴിഞ്ഞ് പിടിക്കപ്പെടുന്ന ആളുകൾ യുദ്ധക്കുറ്റവാളികളാണ്. അവർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ഭരണകൂടങ്ങളും അവരെ വളരെ ക്രൂരമായിട്ടാണ് ശിക്ഷിക്കുക. അവർക്ക് കിട്ടാനുള്ള ഏറ്റവും മാന്യമായ തീരുമാനമാണ് അടിമയാക്കുക എന്നുള്ളത്. അവരെ ശിക്ഷിക്കുന്നില്ല, അവരെ പീഡിപ്പിക്കുന്നില്ല, അതിന് പകരം അടിമയാക്കുന്നു. അപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ വിഷമം സ്ത്രീകളുടെ കാര്യത്തിലാണ്. ആണുങ്ങളുടെ കാര്യമോ ഓക്കെ, പക്ഷെ സ്ത്രീകളും ഇതുപോലെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെയാണ് അടിമയാക്കുന്നത്. ഈ പിടിക്കപ്പെടുന്ന സ്ത്രീകൾ പിന്നെ എന്തു ചെയ്യും? നിങ്ങൾ പഴയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു യുദ്ധം കഴിഞ്ഞ്, പണ്ട് കാലത്ത് ഇന്നത്തെ പോലെയല്ല, ഇന്നിപ്പോൾ നമുക്ക് ശാരീരികമായ അധ്വാനമില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ജോലികളൊക്കെ മനുഷ്യൻ കസേരയിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് ആണുങ്ങൾ കാട്ടിൽ പോയി വല്ല മൃഗങ്ങളെയും പിടിച്ച് കൊണ്ടുവരുന്നു, സ്ത്രീകൾ വീട്ടിലിരുന്ന് അത് പാചകം ചെയ്യുന്നു, രണ്ടുപേരും കൂടി തിന്നുന്നു. ഇതാണ് പണ്ടത്തെ രീതി. ഈ പിടിച്ചു കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ വയൽ കളച്ച് കൃഷി ചെയ്യാനുള്ള ആൾ പോയി, യുദ്ധത്തിൽ മരിച്ചുപോയി. ഇവളെന്ത് ചെയ്യും? വീട്ടിലിരുന്നിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കും സ്ത്രീകൾ, കുട്ടികൾ? അപ്പോൾ അവർക്ക് വേറെ മാർഗമില്ല. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇപ്പോൾ കാലം മാറിയില്ലേ, ഇനിയും ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു യുദ്ധം വന്നാൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോകും. യുദ്ധം വന്ന് നാട് നശിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ
ആടിനെയും പോത്തിനെയൊക്കെ വളർത്തി അറുത്ത് തിന്ന് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇത് മനുഷ്യവംശത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന സംവിധാനമാണ് യുദ്ധം കഴിഞ്ഞാൽ ശത്രുക്കളെ അടിമയാക്കുക എന്നുള്ളത്. അത് അള്ളാഹു താല ആ നിയമം അംഗീകരിച്ചു ഒരു ശിക്ഷ എന്നുള്ള നിലയ്ക്ക്. യുദ്ധം എന്ന് പറയുന്നത് സാധാരണ സന്ദർഭം പോലെയല്ല. കൊല്ലാൻ വേണ്ടി ആണ് രണ്ടു കൂട്ടരും പരസ്പരം നിൽക്കുന്നത്. അതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധം ഇസ്ലാമിൽ അള്ളാഹു താല അതിന് വ്യക്തമായ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ സന്ദർഭങ്ങൾ അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട്. തോന്നിയതുപോലെ യുദ്ധം ചെയ്യാനല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് മറ്റൊരു വിഷയം. പക്ഷേ യുദ്ധം കഴിഞ്ഞാൽ ശത്രുക്കളെ ശിക്ഷിക്കുക എന്നുള്ളത് എല്ലാ ഭരണകൂടങ്ങളും എല്ലാ കാലഘട്ടത്തിലും തുടർന്നു വരുന്ന കാര്യമാണ്. അതിലേറ്റവും മാന്യമായ സംവിധാനമാണ് അടിമയാക്കുക എന്നുള്ളത്. അത് ഇസ്ലാമിൽ അടിമത്തം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് മുഖാത്തബത്ത് എന്ന് പറയുന്ന സംവിധാനം. മുഖാത്തബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അടിമക്ക് സ്വാതന്ത്ര്യം വേണം എന്നുണ്ടെങ്കിൽ അവൻ യജമാനോട് പറഞ്ഞാൽ മതി, എനിക്ക് സ്വാതന്ത്ര്യമാണോ എന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നം. ഒരു തുക നിശ്ചയിക്കും, അധ്വാനിച്ച് ജോലി ചെയ്ത് ആ തുക കൊടുത്താൽ അവൻ ഫ്രീ ആയി. ഫക്കാതിബൂഹും ഇൻ അലിംതു ഫീഹിം ഖൈറ. ഒരു അടിമ അങ്ങനെ നിങ്ങളോട് സ്വാതന്ത്ര്യം വേണമെന്ന് വന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നിങ്ങളവർക്ക് അതിന് അനുവാദം കൊടുത്തുകൊള്ളുക. കിതാബത്ത് മുഖാത്തബത്ത്, ഈ പരസ്പരമുള്ളൊരു കരാറുണ്ടാക്കും, ഇത്ര പൈസ സമ്പാദിച്ച് കൊണ്ടുവരണം, അങ്ങനെ ഒരു സംഖ്യ നിശ്ചയിച്ച് നിങ്ങൾ അവനെ വെറുതെ വിടുക എന്നാണ് അള്ളാഹു താല പറഞ്ഞത്. അത്രയേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് അടിമകൾ ബാക്കിയായി? അതിനർത്ഥം ഇസ്ലാമിലെ അടിമത്തം ഇന്ന് ആളുകൾ സങ്കല്പിക്കുന്നത് പോലെ പണ്ട് കാലത്ത് റോമിലും ഗ്രീസിലും ഉണ്ടായിരുന്നത് പോലെ ആളുകൾ ചങ്ങലക്കിട്ട് വലിക്കുന്ന അടിമത്തമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടും സഹാബത്തിൻ്റെ അടുത്ത് 10, 20, 30 അടിമകൾ ബാക്കിയായത്. അവർ സ്വാതന്ത്ര്യം വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം അത് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നന്മയായിരിക്കും. അതിൽ മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുന്ന, നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി അടിമയെ മോചിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ യുദ്ധത്തിൽ പിടിച്ച ആളുകളാണ്, ശത്രുക്കളാണ്, നമ്മെ കൊല്ലാൻ വന്ന ആളുകളാണ്. എന്നാലും അവരെ മോചിപ്പിക്കുക, അവരെ അടക്കം മുസ്ലിമായ അടിമകളുണ്ടാകും, ശത്രുക്കളായ അടിമകളുണ്ടാകും. അവരെയൊക്കെ മോചിപ്പിക്കുന്നത് പുണ്യകർമ്മമായി അള്ളാഹു താല പഠിപ്പിച്ചു. ഫക്കു റഖബ. കാരണം വലിയ സംഖ്യ കൊടുക്കണം ഒരടിമയെ മോചിപ്പിക്കാൻ, വലിയ തുകയായിരിക്കും. അപ്പോൾ അത് കൊടുത്ത് മോചിപ്പിക്കുക. അടിമയെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ റജുലിൻ അഅതഖ റജുലൻ മുസ്ലിമൻ, അയ്യുമാ റജുലിൻ മുസ്ലിമിൻ അഅതഖ റജുലൻ മുസ്ലിമൻ. ആരാണോ മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കുന്നത്, ഫഇന്നല്ലാഹ ജാഇലുൻ വിഖാഅ കുല്ലി അൾമിൻ മിൻ ഇളാമിഹി അൾമൻ മിൻ ഇളാമി മുഹർരിരിഹി മിനന്നാർ. മോചിപ്പിച്ചവൻ്റെ ഓരോ എല്ലിനെയും അള്ളാഹു താല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, മോചിപ്പിക്കപ്പെട്ട ഈ അടിമയുടെ ഓരോ എല്ലിനും പകരമായിട്ട്. ഒരടിമയെ സ്വതന്ത്രമാക്കിയാൽ അതുപോലെ അള്ളാഹു താല ഈ മോചിപ്പിച്ചവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, രക്ഷിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അയ്യുമാ മുസ്ലിമിൻ അഅതഖ ഇംറഅൻ മുസ്ലിമൻ കാന ഫികാകഹു മിനന്നാർ. ഷെയ്ഖ് അൽബാനിയൊക്കെ സഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. ആരാണോ മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കുന്നത്, അവൻ മോചിപ്പിച്ചവന് നരകത്തിൽ നിന്നുള്ള രക്ഷയായിരിക്കും. വ അയ്യുമാ ഇംറഅത്തിൻ മുസ്ലിമത്തിൻ അഅതഖത് ഇംറഅതൈനി മുസ്ലിമതൈനി കാനതാ ഫികാകഹാ മിനന്നാർ. ആരാണോ 2 മുസ്ലിം സ്ത്രീകളെ, അടിമകളായ മുസ്ലിം സ്ത്രീകളെ മോചിപ്പിക്കുന്നത്, അവന് നരകത്തിൽ നിന്ന് മോചനം ഉണ്ടായിരിക്കും. അപ്പോൾ പുരുഷനായ അടിമയെ മോചിപ്പിക്കുന്നത് സ്ത്രീയായ അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ്. മുസ്ലിമായ അടിമയെ മോചിപ്പിക്കുന്നതിന് കാഫിറായ അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട്. അതാണ് സ്വർഗത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് കാവൽ കിട്ടാനുള്ള കാര്യം. മുസ്ലിമായ അടിമയെ മോചിപ്പിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് സ്ത്രീയായ അടിമയേക്കാൾ പുരുഷനായ അടിമയെ മോചിപ്പിക്കുന്നതിന് കൂടുതൽ കൂലി? അല്ല, ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് വളരെ പ്രയാസം തോന്നും. ഞാൻ പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിശ്ചയിച്ചാൽ സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അതോടൊപ്പം അതിൽ യുക്തി ഉണ്ടാകും, ഹിക്മത്തുണ്ടാകും. ആ ഹിക്മത്ത് മനസ്സിലായാൽ അൽഹംദുലില്ലാ, മനസ്സിലായിട്ടില്ലെങ്കിൽ വിശ്വസിക്കുക തന്നെ. നമുക്ക് മനസ്സിലായില്ല എന്നതുകൊണ്ട് ആ നിയമത്തിലൊരു യുക്തിയില്ല എന്നർത്ഥമില്ല. അല്ലെ, നമ്മൾ മുമ്പ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കമ്പനിയിൽ സ്വീപ്പറായിട്ട് ജോലി ചെയ്യാൻ, അവിടെ ക്ലീനറായിട്ട് ജോലി ചെയ്യാൻ. ആ കമ്പനിയിൽ പല കാര്യങ്ങളും നടക്കുന്നു. പെട്ടെന്നൊരു ദിവസം കമ്പനിയുടെ ഓണർ ഈ കമ്പനി വിൽക്കുന്നു ഒന്നായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനി വാങ്ങുന്നു, അല്ലെങ്കിൽ ശമ്പളം കൂട്ടുന്നു, കുറക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു കച്ചവടത്തിൽ ഇടപെടുന്നു.
അത് അവിടെ ക്ലീനറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ പറയുകയാണ് എനിക്കിതൊക്കെ മനസ്സിലാവണം, ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ഇതിനേക്കാൾ എത്രയോ വലിയ വ്യത്യാസമാണ് നമ്മളും റബ്ബും തമ്മിൽ. അപ്പോൾ റബ്ബ് ചെയ്യുന്ന കാര്യങ്ങളും അവനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായാലേ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വലിയ വിഡ്ഢിത്തമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ ഖുർആനിലൂടെ സുന്നത്തിലൂടെ നമുക്കിതിൻ്റെ ഹിക്മത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അന്വേഷിച്ചാൽ പഠിച്ചാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് പുരുഷനായ അടിമക്ക് കൂടുതൽ പുണ്യം? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് വ്യാഖ്യാതാക്കന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് പുരുഷനായ അടിമയായിരിക്കും കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുക. അവൻ ജിഹാദിൽ പങ്കെടുക്കും, അതുപോലെ തന്നെ ദീൻ പഠിപ്പിക്കും, സ്വതക്ക ചെയ്യും. കാരണം അവൻ്റെ കയ്യിലായിരിക്കും പണം കൂടുതലുണ്ടാവുക. ഇങ്ങനെ കൂടുതൽ നന്മകൾ ചെയ്യുക പുരുഷനായ ഈ അടിമയായിരിക്കും സാധ്യത. ചില സ്ത്രീകൾ ചില പുരുഷന്മാരെക്കാൾ നല്ലവരായിരിക്കും. പക്ഷേ പൊതുവേ സാധ്യത കൂടുതൽ പുരുഷനായ ഈ അടിമയെ കൊണ്ടാണ് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവാൻ സാധ്യത കൂടുതലുള്ളത് ദീനിയായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വിശദീകരിച്ചത് കാണാം. അപ്പോൾ അടിമയെ മോചിപ്പിക്കുക. രണ്ടാമത്തേത് ഔ ഇത്ആമുൻ ഫി യൗമിൻ ദീ മസ്ഗബ, മസ്ഗബത്തിൻ്റെ ദിവസം ഭക്ഷണം കൊടുക്കുക. മസ്ഗബത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ക്ഷാമം, പട്ടിണി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ട് ദീ ജൂ വിശപ്പിൻ്റെ ദിവസം എന്ന് പറയാതെ മസ്ഗബത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു? മസ്ഗബത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പിൻ്റെ കൂടെ അങ്ങേയറ്റത്തെ കഷ്ടപ്പാട്. അൽ ജൂ മഅ തഅബ്, തഅബ് ക്ഷീണം. ഇപ്പോൾ വിശപ്പ് കൊണ്ട് ക്ഷീണം വന്നു പോയി, അഥവാ അടുത്ത നേരം ഈ വിശപ്പ് പരിഹരിക്കാനുള്ള ഭക്ഷണമല്ല, വിശക്കുന്നു, ആ വിശപ്പ് തുടർച്ചയായി തുടരുന്നു. അതിനാണ് മസ്ഗബത്ത് എന്ന് പറയാം. ഈ വാക്ക് അറബികൾക്ക് പരിചയമുള്ളതാണ്, കവിതകളിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പാടുള്ള ക്ഷാമമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞു വലാ തഹാദൂന അലാ തആമിൽ മിസ്കീൻ, മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിസ്കീൻ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏത് സമയത്തും പുണ്യമുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അല്ലെ, നമ്മളിപ്പോൾ ഒരാൾ ഭക്ഷണത്തിന് ഗതിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നാൽ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കും. അവിടെ ആലോചിച്ച് നിൽക്കേണ്ടതില്ല. മുസ്ലിമാണോ മുഅ്മിനാണോ അവൻ്റെ അടിസ്ഥാനപരമായൊരു ഗുണമാണ് ഒരാൾ ഭക്ഷണമില്ലാതെ കിടക്കുക എന്നുള്ളതിൽ അവന് വിഷമം ഉണ്ടാകും. അല്ലെ, നമുക്ക് റമദാനിലൊരു മാസം നമ്മൾ നോമ്പ് നിൽക്കുന്നതിൽ ഒന്നാമത് അള്ളാഹുവിനെ അനുസരിക്കാനാണ്, ദീനിൻ്റെ റുക്കിനാണ്, യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു പാർശ്വഫലമാണ്, അതിൻ്റെ ഒരു ഗുണമാണ് എന്ത്, സാധുക്കളുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളത്. അതിങ്ങനെ ഓരോ റമദാനിലും ഇങ്ങനെ ക്ലാസ്സിൽ കേൾക്കുക എന്നല്ലാതെ എവിടെ മനസ്സിലാക്കുന്നത്? നമ്മൾ ചെറുപ്പം മുതൽ ചിലപ്പോൾ 4 വയസ്സ് 5 വയസ്സ് മുതൽ നോമ്പ് നിൽക്കുന്നവരാണ്. അപ്പോൾ പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓരോ മുസ്ലിമിനും അറിയാം. അല്ല, ചില ആളുകൾ വലിയ മുതലാളിമാരൊക്കെ ഭയങ്കരമായിട്ട് സാധുക്കളെ സഹായിക്കും. എന്നിട്ട് അവർ കാരണം പറയും, ഞാൻ ചെറുപ്പത്തിൽ ദരിദ്രനായി വളർന്നതാണ്, അതുകൊണ്ട് എനിക്ക് പട്ടിണിയുടെ വില എന്താണെന്ന് അറിയാം എന്നൊക്കെ പറയുന്ന ചില മഹാന്മാരെന്ന് പറഞ്ഞിട്ട് ചില ആളുകളെ പറ്റിയൊക്കെ കേൾക്കാം. അവരവരെ വീടിൻ്റെ മുമ്പിൽ എന്നും ഭക്ഷണം കൊണ്ടുപോയി വെക്കും ആവശ്യക്കാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ചെറുപ്പത്തിൽ പട്ടിണിക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ശരിക്കും ഓരോ മുസ്ലിമും അങ്ങനെ ആവേണ്ടവനാണ്. കാരണം റമദാൻ നോമ്പ് നിൽക്കുന്നവരാണ് ഓരോരുത്തരും. പട്ടിണി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ റമദാൻ വേണ്ട പോലെ അല്ലാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. നമ്മുടെ റമദാൻ എന്ന് പറയുന്നത് ഒരു ഉറക്കവും അത് കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണവുമാണ് റമദാൻ എന്ന് പറയുന്നത്. അങ്ങനെ ആവരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു മുസ്ലിമിൻ്റെ ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? ഏറ്റവും നല്ല മുസ്ലിം ആവാനുള്ള വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഇമു ത്വആം വതഖറഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. ഭക്ഷണം കൊടുക്കുക, നിനക്ക് പരിചയമുള്ളവനോടും പരിചയമില്ലാത്തവനോടും സലാം പറയുക. മുസ്ലിമാണ് എന്നറിയാം, പക്ഷെ നേരിട്ട് പരിചയമില്ല, അത് നോക്കാതെ എല്ലാവരോടും സലാം പറയുക. ഇത് രണ്ടുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇറങ്ങിയപ്പോൾ, ഹിജ്റ വന്ന് മദീനയിലെത്തിയപ്പോൾ ആദ്യമായി പറഞ്ഞ കാര്യം, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജൂതനായിരുന്നു, ജൂതന്മാരുടെ വലിയ പണ്ഡിതനാണ് മദീനയിൽ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി പോയി, ആരാണ് ഈ വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി. കാരണം അവർക്ക് അവരുടെ കിതാബുകൾ പറയുന്നുണ്ട് നബിയെക്കുറിച്ച്. മദീനയിലെ ജൂതന്മാർ ആശയക്കുഴപ്പത്തിലാണ്. കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, ചിലർ അഹങ്കാരം കൊണ്ടും അസൂയ കൊണ്ടും മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവരുടെ പണ്ഡിതനാണ്, കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം പറയുകയാണ്, ആദ്യമായി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ട വാക്ക് അയ്യുഹന്നാസ് അത്ഇമു ത്വആം വസ്വിലുൽ അർഹാം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക സാധുക്കൾക്ക്, കുടുംബബന്ധം ചേർക്കുക. വസല്ലു ഫിൽ ലൈലി വന്നാസു നിയാം, രാത്രിയിൽ ആളുകൾ ഉറങ്ങുന്ന സമയത്ത്
എഴുന്നേറ്റ് നമസ്കരിക്കുക, തദ്ഖുലുൽ ജന്നത ബിസ്സലാം, നിങ്ങൾക്ക് സ്വർഗത്തിൽ സമാധാനത്തോടുകൂടി പ്രവേശിക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത് തന്നെ ചില സന്ദർഭങ്ങൾ ഈ സാധുക്കളെ ഭക്ഷിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രതിഫലം കൂടും പട്ടിണിയുള്ള സമയത്ത്. കാരണം എല്ലാവരും ആവശ്യക്കാരാണ്, നമ്മൾ തന്നെ ആവശ്യക്കാരാണ്. ക്ഷാമം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്നതാണ്. എന്നിട്ടും സദഖ ചെയ്യുക എന്നുള്ളത്. യതീമൻ ദാ മഖ്റബ, അത് പിന്നെയും പ്രതിഫലം കൂടുന്നതാണ് യതീമിനാണ് കൊടുക്കുന്നതെങ്കിൽ. കാരണം യതീം കൂടുതൽ ആവശ്യക്കാരനാണ്. അല്ല, ക്ഷാമം സംഭവിച്ചു, നാട്ടുകാരെല്ലാവരും പട്ടിണിയാണ്, ആ കൂട്ടത്തിൽ ഒരാൾ യതീമാണെങ്കിലോ, ദാ മഖ്റബ, ആ യതീം നമ്മുടെ കുടുംബക്കാരനാണെങ്കിലോ, അപ്പോൾ അതിന് വീണ്ടും പ്രതിഫലം കൂടുതലാണ്. അപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് സദഖ ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് സദഖ ചെയ്യേണ്ടത് എന്ന ആളുകൾ സഹാബത്ത് നിന്നോട് ചോദിക്കുന്നു. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ വൽ യതാമ വൽ മസാകീൻ. ഒന്നാമത് ചെയ്യേണ്ടത് മാതാപിതാക്കൾക്കാണ്, പിന്നെ അടുത്ത ബന്ധുക്കൾക്കാണ്. അപ്പോൾ സദഖ ചെയ്യുമ്പോൾ, സാമ്പത്തികമായി സഹായിക്കുമ്പോൾ ആദ്യം ഏറ്റവും അടുത്ത ആളുകളെ പരിഗണിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അസ്സദഖത്തു അലൽ മിസ്കീനി സദഖ, ഒരു മിസ്കീന് സദഖ ചെയ്താൽ അത് സദഖയാണ്. വസ്സദഖത്തു അലാ ദിർ റഹിമി ഇസ്നതാൻ, പക്ഷെ കുടുംബക്കാരന് കൊടുക്കുകയാണെങ്കിൽ അത് 2 പുണ്യമാണ്. സദഖത്തുൻ വസില, സദഖയുമായി കുടുംബബന്ധം ചേർക്കലുമായി എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ബന്ധുവായ യതീം അവന് കൊടുക്കുക. ഔ മിസ്കീനൻ ദാ മത്റബ, അപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുന്നത് ഇരട്ടിയാണ്, 2 പുണ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിരുപാധികം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും പുണ്യം കുടുംബക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും എന്നല്ല. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കാണാം. അതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അടിസ്ഥാനം, അഥവാ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അടുത്ത ബന്ധുക്കൾക്ക് അത്ര അത്യാവശ്യമില്ല, പക്ഷെ വളരെ ആവശ്യക്കാരനായ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ, അല്ല ചിലർ അങ്ങനെയുണ്ട്, എത്ര ആവശ്യങ്ങൾ കണ്ടാലും ഞാൻ കുടുംബത്തിൽ കൊടുക്കും എന്നൊരു സമാധാനത്തിൽ വേറെ ഒരാളെയും സഹായിക്കില്ല. അങ്ങനെയല്ല, സാധാരണഗതിയിൽ കുടുംബക്കാരെ ഒന്നാമത് പരിഗണിക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഔ മിസ്കീനൻ ദാ മത്റബ, അല്ലെങ്കിൽ മിസ്കീനിന് കൊടുക്കുക ദാ മത്റബ. മത്റബ എന്ന് പറഞ്ഞാൽ തുറാബ് എന്ന് ഉണ്ടായിട്ടുള്ള വാക്കാണ്. മണ്ണ് പറ്റിയ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ വാക്ക് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യഖീഹി മിന തുറാബി ഷൈ, മണ്ണിൽ നിന്ന് അവനെ തടയാൻ, അവനെ രക്ഷിക്കാനൊന്നുമില്ല, തടസ്സവുമില്ല. എന്ന് പറഞ്ഞാൽ വീടൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല ഭദ്രമായൊരു വീടില്ല, മണ്ണും പൊടിയൊക്കെ അവൻ്റെ ശരീരത്തിൽ പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള മിസ്കീൻ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ നിന്ന് ഒരു വളരെ സൂക്ഷ്മമായ ഒരാശയം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, മിസ്കീൻ, ഫക്കീർ, ഈ 2 വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം എന്താ, എല്ലാ മിസ്കീന്മാരും ഒരേ ദർജയിലാണെങ്കിൽ പിന്നെ മിസ്കീൻ ദാ മത്റബ എന്ന് പറയേണ്ടതില്ല, പറഞ്ഞാൽ അത് ആവർത്തനമാവും അല്ലേ. ഇങ്ങനെയുള്ള മിസ്കീൻ, മണ്ണ് പറ്റിപ്പോയ മിസ്കീൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എല്ലാ മിസ്കീന്മാരും ഒരേ വിധിയാണെങ്കിൽ, അവർക്കൊക്കെ ഒരേ സ്ഥാനമാണെങ്കിൽ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ടു പോയ മിസ്കീൻ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫക്കീറും മിസ്കീൻ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് യാതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ അത് ചെയ്തില്ല ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്താനുള്ള, പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അടിമയെ മോചിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. സുമ്മ കാന മിനല്ലദീന ആമനു, പിന്നീട് അവൻ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ടില്ല. അഥവാ ഈ പറഞ്ഞ അമലുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഈമാൻ വേണം. സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ, സ്വബ്ർ കൊണ്ടും റഹ്മത്ത് കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരിൽ അവൻ ഉൾപ്പെട്ടില്ല, അതോ ഉപദേശിച്ചില്ല. അപ്പോൾ സ്വബ്ർ, റഹ്മത്ത് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഭക്ഷണം കൊടുക്കുന്ന കാര്യവും അടിമയെ മോചിപ്പിക്കുന്ന കാര്യവും അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് പറയുകയാണ്. ഈമാൻ അവൻ സ്വീകരിച്ചില്ല. അതുപോലെ തന്നെ സ്വബ്ർ കൊണ്ടും റഹ്മത്ത് കൊണ്ടും പരസ്പരം ഉപദേശിച്ചില്ല. എന്താണ് സ്വബ്റും റഹ്മത്തും എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം? ഈ 2 കാര്യങ്ങളുണ്ടായാൽ ഒരു മനുഷ്യൻ പൂർണ്ണനായി. ഒരാൾക്ക് സ്വബ്റുണ്ട്, റഹ്മത്തുമുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സ്വബ്ർ എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം കാര്യത്തിൽ, സ്വന്തം ജീവിതത്തിൽ നന്മകൾ മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലേ. സ്വബ്ർ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? മുമ്പ് പലതവണ നമ്മൾ പറഞ്ഞതാണ്. സ്വബ്ർ എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഒന്ന് അസ്സബ്റു അലാ അത്വാഅ, നന്മകൾ ചെയ്യാനുള്ള സ്വബ്ർ.
അല്ലെ? അറബിയിൽ സബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിയന്ത്രിക്കുക എന്നാണ്. അപ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കുക, സ്വന്തത്തെ നിയന്ത്രിച്ചുകൊണ്ട് നന്മ ചെയ്യിപ്പിക്കുക അവനവനെ കൊണ്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അസ്സബറു ആനിൽ മആസി, പാപങ്ങളെ തൊട്ട് സ്വന്തത്തെ നിയന്ത്രിക്കുക, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സബർ കാണിക്കുക. മൂന്നാമത്തേത് അസ്സബറു അല അഖ്ദാരില്ല, അള്ളാഹുവിൻ്റെ വിധികളിൽ സബർ കാണിക്കുക. അത് മാത്രമാണ് നമ്മൾ സാധാരണ ഓർക്കുക സബർ എന്ന് പറയുമ്പോൾ, അള്ളാഹിൻ്റെ വിധിയിൽ ക്ഷമിക്കുക. അത് മാത്രമല്ല, അപ്പോൾ ഒരാൾ നന്മ ചെയ്യുകയും തിന്മകൾ ഉപേക്ഷിക്കുകയും ചെയ്തു, അതാണ് സബറുള്ള ആളെന്ന് പറഞ്ഞാൽ. റഹ്മത്ത് എന്ന് പറഞ്ഞാലോ, മറ്റുള്ള ആളുകളോട് റഹ്മത്ത് കാണിച്ചു, അപ്പോൾ അവൻ സ്വന്തം നല്ലവനാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനാണ്. അങ്ങനെ ആയി മാറിയില്ല ഈ നിഷേധികൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ റഹ്മത്തിനെ കുറിച്ച് ധാരാളം ഹദീസുകൾ കാണാം. മൻ ലാ യർഹമു ലാ യുർഹം, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവൻ അവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണയുള്ളവരോട് അള്ളാഹു കരുണ കാണിക്കും. ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ, മനുഷ്യരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ഭൂമിയുള്ളവരോട്, മനുഷ്യൻ മാത്രമല്ല സകല ജീവികളോടും റഹ്മത്ത് കാണിക്കുക. യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ അള്ളാഹു തആല നിങ്ങളോട് കരുണ കാണിക്കും. ഉലായിക അസ്ഹാബുൽ മൈമന, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് വലതുപക്ഷത്തിൻ്റെ ആളുകൾ, അഥവാ നാളെ വലതു കൈയിൽ കിതാബ് കിട്ടുന്നവർ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്നർത്ഥം. വല്ലദീന കഫറൂ ബി ആയാതിന, നമ്മുടെ ആയത്തുകൾ നിഷേധിക്കുന്നവർ, അഥവാ ഈ പറഞ്ഞതൊന്നും ചെയ്യാത്തവർ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, ഈമാനില്ലാത്തവർ. ഹും അസ്ഹാബുൽ മഷ്അമ, അവരാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നവർ, നരകത്തിൽ പ്രവേശിക്കുന്നവർ. അലൈഹിം നാറുൻ മുഅ്സദ, അവരുടെ മേൽ നരകമുണ്ടായിരിക്കും. മുഅ്സദ, മുഅ്സദ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയത്. നരകം അവർക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ അടച്ചുപൂട്ടിയ അവസ്ഥയിലുള്ള ആളുകളായിരിക്കും ഇവർ, ഈ കാഫിറുകളായ നിഷേധികളായ ആളുകൾ. അപ്പോൾ ഈ സൂറത്തിൻ്റെ ആശയം ഇതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എത്ര പ്രയാസങ്ങൾ മുന്നിൽ ഉണ്ടായാലും അവിടെ ഉറച്ചു നിന്നുകൊണ്ട് അമലുകൾ ചെയ്യുക. കാരണം ഇതിൻ്റെ അവസാനം നമ്മൾ ചെയ്യുന്ന ഈ ദീനിയായ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ ഫലം സ്വർഗമാണ്. അതിന് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളിലൊക്കെ ക്ഷമിക്കുക, ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ ആശയം. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.